നിങ്ങൾക്ക് നിയമപരമായിട്ടുള്ള സാധ്യതയിലേക്ക് അല്ലെങ്കിൽ ജനകീയമായിട്ട് പോകും. ഞാൻ തടസ്സമൊന്നുമില്ല. 16/5 ചേർന്നു 4 വിഷയങ്ങളാണ് പരിഗണനയിൽ പറയുന്നത്. ഒന്നാമത്തെ വിഷയം സ്പീഡ് ഓവർ പദ്ധതികൾ സംബന്ധിച്ച അതല്ലാതെ വേറെ മറ്റു മാർഗം നമ്മുടെ മുമ്പിലില്ല. അപ്പൊ നമുക്കത് കാണുന്നതിന് നമുക്ക് തടസ്സമൊന്നുമില്ല. നമുക്ക് കാര്യം നടക്കാൻ വേണ്ടി കാണുന്നതിന് തടസ്സമൊന്നുമില്ല. പക്ഷെ അത്തരമൊരു അതിനൊന്നും ലിഫ്റ്റ് ഇല്ല. ഈ മുകളിലേക്ക് ഇപ്പൊ ഫിറ്റ്നസ് കിട്ടണമെങ്കിൽ ചില പദ്ധതികൾ നേരത്തെ പറഞ്ഞ കാർത്തികവരം സ്കൂളിന്റെ മതിലിടിഞ്ഞ വിഷയം. പക്ഷെ അവര് നിങ്ങൾ വേറെ ഒരു ടാങ്കിൽ അടിച്ചോ, താങ്കയുടെ ടാങ്കിൽ അടിച്ചോ, അങ്ങോട്ടേക്ക് പോയിട്ട് പോകാൻ പറഞ്ഞു. അത് 8 കിലോമീറ്റർ വേണം. സ്കൂളിൽ പരീക്ഷയാണ്, സ്കൂളിൽ എക്സാം ആണ്, അല്ലെങ്കിൽ ക്ലാസ് തടസ്സം. ഇപ്പൊ സ്കൂളുകളുടെ പ്രവർത്തനം ബന്ധപ്പെട്ടുകൊണ്ട് ചില സമയം ഇപ്പൊ വെക്കേഷൻ സമയത്ത് നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ട് ആ സമയത്ത് പണിയെടുക്കില്ല. കരാറുകാരന് തോന്നുന്ന സമയത്ത് ചെയ്യണം. അതുകൊണ്ട് അത്തരം നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമയത്ത് പൂർത്തീകരിക്കാനുള്ള ഒരു ടൈം ടേബിൾ നമുക്കുണ്ടാക്കണം. ചിലതെല്ലാം പ്രശ്നം വെച്ചാൽ നമുക്ക് വൈകി പോകും, ടെൻഡർ എടുക്കാൻ വൈകി പോകും എന്നുള്ള വിഷയം കൂടിയുണ്ട്. അപ്പോൾ ടെൻഡർ എടുത്തു കഴിഞ്ഞാൽ ഏത് സമയത്ത് പൂർത്തീകരിക്കണം, എപ്പം വർക്ക് ആരംഭിക്കണം സംബന്ധിച്ച് കൃത്യമായിട്ട് നിർദ്ദേശം നമ്മൾ എഞ്ചിനീയറിംഗ് വിഭാഗം കൊടുക്കണം. അതൊന്ന് മോണിറ്റർ ചെയ്യണം. കാലാവധി കഴിഞ്ഞ അവസാനത്തെ 1 മാസം അല്ലെങ്കിൽ 10 ദിവസം ആകുമ്പോൾ വർക്ക് തുടങ്ങി പിന്നെ നീട്ടാൻ വേണ്ടി വരുന്നതിന് അനുഭവം ഉണ്ടാവും.